കോഴിക്കോട് കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള പണിക്കർ റോഡിലെ അപകടാവസ്ഥയിലായിട്ടുള്ള ഫ്ളാറ്റുകളിലൊന്നിലെ മേൽക്കൂര ഇടിഞ്ഞു വീണു. മുറിക്കുള്ളിലുണ്ടായിരുന്ന വയോധികയായിട്ടുള്ള താമസക്കാരി പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. 40 വർഷത്തിലേറെ പഴക്കമുള്ള ഫ്ളാറ്റിന്റെ ശോച്യാവസ്ഥ നേരത്തെ തന്നെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തതാണ്. ഫ്ളാറ്റ് പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കുമെന്ന് മേയർ അറിയിച്ചിരുന്നുവെങ്കിലും നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് മേൽക്കൂര വീണ്ടും ഇടിഞ്ഞു വീണത്. MS അനീഷ് കുമാർ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള പണിക്കർ റോഡ് ഫ്ളാറ്റിന്റെ ദുരവസ്ഥ നേരത്തെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അടിയന്തരമായി ഇടപെടൽ നടത്തുമെന്ന് കോർപ്പറേഷൻ മേയർ ഉറപ്പ് നൽകുകയും അർഹരായവർക്ക് പുതിയ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുമെന്നും പറയുകയും ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു നീക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തത്. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷവും ഈ കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു അപകടം നടന്നിരിക്കുന്നത്. ഈ ഫ്ളാറ്റിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ താമസിക്കുന്ന ആദ്യത്തെ മുറിയിൽ ഐഷ എന്ന ഉമ്മ താമസിക്കുന്ന ഫ്ളാറ്റിലെ കട്ടിലാണ് നമ്മളിപ്പോൾ കിടക്കയാണ് കണ്ടിരിക്കുന്നത്. ഈ കിടക്കയിലാണ് വലിയ കോൺക്രീറ്റ് പാളികൾ നിലത്തേക്ക് പതിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ കൂറ്റൻ കല്ലുകളാണ് ഈ മുകളിലെ ഭാഗത്തു നിന്നും താഴേക്ക് അടർന്നു വീണിരിക്കുന്നത്. ഈ ഒരു പാളി ശരീരത്ത് വീണാൽ ഒരുപക്ഷെ ജീവൻ വരെ അപകടത്തിലാകാവുന്ന തരത്തിലുള്ള പാളികളാണ്. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ ഉമ്മ ഇവിടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് മാത്രമാണ് ഇത്ര വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് നോക്കിയാൽ തന്നെ കാണാം, ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെ പൂർണ്ണമായും ഇളകി നിൽക്കുന്ന അവസ്ഥ. ഒരുപക്ഷെ ഇവിടെ നിന്ന് റിപ്പോർട്ടിംഗ് പോലും അപകടകരമായ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഈ ഫ്ളാറ്റിന്റെ മേൽക്കൂരയുടെ മറ്റു ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് എന്തായാലും ആ ഉമ്മയെ തന്നെ അകത്തേക്ക് വിളിക്കാം. ഉമ്മ തന്നെ കാര്യങ്ങൾ പറയും. ഈ മറ്റു ഭാഗങ്ങളിലേക്കും ഇടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉമ്മ എന്താണ് സംഭവിച്ചത്? എന്താണ് ഉമ്മ സംഭവിച്ചത്? ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് മോനെ ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എന്തോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് ഇതൊന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. അല്ലാന്നുണ്ടോ എന്റെ തല പൊട്ടി ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തേണ്ടതാണ് ഇപ്പോൾ. അപ്പൊ ഞാൻ എന്തോ എടുക്കാൻ വേണ്ടി അവിടെ ചെന്നതാണ്. ചെന്നപ്പോഴത്തേക്ക് ഒന്നായിട്ട് ഇങ്ങോട്ട് കിടന്ന് വീണപ്പോ അവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ പാഞ്ഞു വന്ന് എന്താ പറ്റിയെന്ന്. അപ്പൊ ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ എനിക്ക് ബേജാറാണ്. എനിക്കെല്ലാം കൂടെ ഇനി പൊളിയാൻ കിടക്കാണ് ബാവേ. ഇതെന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ കാണാൻ ശരിയാവില്ല. നമ്മളെല്ലാം കോർപ്പറേഷനിൽ വന്നിട്ട് ഒരു അടിയും തല്ലിലുള്ള വയ്യൊക്കെ വെക്കും. നമ്മൾ കോർപ്പറേഷനിലേക്ക് ഇറങ്ങാനുള്ള വയ്യ തന്നെയാണ് വെക്കുന്നത്. ഇത് എന്തെങ്കിലും ഒരു ആപത്ത് ഒരു അപകടം പറ്റുന്ന മട്ടുണ്ട്. അത്ര എനിക്ക് പറയാൻ കഴിയും. ഈ മേയർ പറഞ്ഞത് ഇത് പൊളിച്ചു മാറ്റി പുതിയ ഫ്ളാറ്റ് പണിയും, മേയർ പറഞ്ഞത് ഫ്ളാറ്റ് പൊളിച്ച് പുതിയത് പണിയും മേയർ പറഞ്ഞ എന്താന്നറിയോ, നിങ്ങൾക്ക് സാമദാസങ്ങൾ തരി, നിങ്ങൾ സാമദാസം തരിന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞു. ഈ സാമദാസം 3 കൊല്ലം 4 കൊല്ലമൊക്കെ കഴിഞ്ഞു പോയി. ഇതുവരെ ഒരു നടപടി എടുത്തില്ല. ഒരാളും ഇവിടെ വന്നു നോക്കില്ല. കോർപ്പറേഷനിൽ ഒരാളും വന്നു നോക്കിയില്ല. ഇതെന്താണ് ഇവർക്ക് എന്താ പറ്റണത്, എന്താ സംഭവിക്കുന്നുള്ള കോർപ്പറേഷനിൽ നിന്ന് ഒരാൾക്ക് എത്തിപ്പാർത്ത് വരെ നോക്കണില്ല. ഒരു പാർട്ടിക്കാരും ഇവിടെ വരുന്നില്ല നോക്കാനൊക്കെ. അപ്പൊ 40 വർഷത്തിനധികം പഴക്കമുള്ളതാണ് ഈ ഫ്ളാറ്റ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി നിർമ്മിച്ചതാണ്. പക്ഷേ യാതൊരു തരത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ ഈ ഫ്ളാറ്റിൽ നടത്താതെയായിട്ട് വർഷങ്ങളാവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഭാഗങ്ങളായി ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ. മഴ പെയ്യുമ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും പൂർണ്ണമായും വെള്ളം താഴേക്ക് പതിക്കുന്ന ഒരു അവസ്ഥ നേരത്തെ നമ്മൾ കണ്ടതിനേക്കാൾ മോശമാണ്. ഇപ്പോൾ ഉമ്മ അപ്പുറമാണ് അങ്ങനെ വെള്ളം ചോർന്ന് കുത്തിവരിച്ച് ജീവിക്കുകയാണ്. ഒരുപാട് വേദനയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. നമുക്ക് ഒരു നിവർത്തിയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ കാണിച്ചു തരും. ഏത് നിമിഷം ചെറിയ പൊടി മക്കളാണ്. ആ മക്കൾക്കൊക്കെ എന്തും അവരെന്നെ ഒരു നൂലിലാണ് ഇപ്പൊ ഒരു രക്ഷപ്പെട്ടത്. ഇപ്പൊ ഓളം തലയെ വീട്ട് ഓൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പൊ കൊണ്ടുപോകേണ്ടി വരും. ഇപ്പൊ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഉമ്മ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ അപകടമാണ് അപകടം പറയുകയാണെങ്കിൽ നമ്മളെ ഫ്ളാറ്റിൽ അതിന് അത്രയുള്ള ഒരു കഷ്ണം വന്ന് വീണിക്കണം തന്നെയാണ്. പക്ഷെ രാത്രി 12 മണിയുടെ സമയത്ത് അങ്ങനെ നിൽക്കാൻ പോലും പറ്റില്ല. പൊളിഞ്ഞു വീഴുക. അടുക്കളയിലേക്കൊന്നും കയറാനും പിടിക്കാനും പോലെ കഴിയുന്നില്ല. ഇന്നലെ ഒരാൾ വന്നു പോലും നോക്കുന്നില്ല. എന്തായാലും ഈ ആളുകൾ ഹതാശരാണ്. കാരണം പതിവായി പരാതി പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാവുന്നില്ല. ഇത്തവണ പക്ഷേ മേയർ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു പോംവഴി ഉണ്ടാവും, പരിഹാരം ഉണ്ടാവും എന്നാണ്. പക്ഷേ അക്കാര്യങ്ങളിൽ യാതൊരു കാര്യവും ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് ഈ ഫ്ളാറ്റിലുള്ളവർ പറയുന്നത്. എന്തായാലും തലനാരിഴയ്ക്കാണ് ഒരു വലിയ അപകടം ഇത്തവണ ഒഴിവായിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും വലിയ തോതിൽ പൊട്ടിപ്പൊളിഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഇത്തരം മേൽക്കൂരകളൊക്കെ ഇടിഞ്ഞു വീഴുന്നു. ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു സാഹചര്യമൊക്കെ ആലോചിക്കുക പ്രയാസകരമാണ്. എന്താണെങ്കിലും ഉടൻ തന്നെ നടപടിയിലേക്ക് പോകും. മേയറുടെ വാക്ക് അത് പാലിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. ഇടുക്കി